ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ? എനിക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒന്നുമല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് ആരുടെ ഒന്നുമില്ല, എനിക്ക് തിരുവനന്തപുരം എന്നുള്ളത് തന്നെയാണ്. ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റുകളെ കുറിച്ചിട്ട് ഒരു പ്രൊഫൈല് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സാറിനോടൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ചോദിച്ചോളൂ. സാറ് മുന്നേ ഏതെങ്കിലും പാർട്ടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ സാർ? ഇല്ല ഇല്ല, ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഓ, എവിടെ? ഏത് അസംബ്ലി ആണോ പാർലമെന്റ് ആണോ? പാർലമെന്റ് തന്നെയാണ്. 2019 സാർ ഇപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ സാർ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? അതായത് എനിക്കിപ്പോ 39 വയസ്സായി. അതായത് ഞാൻ എന്റെ ആദ്യത്തെ വോട്ടിടുന്നത് 2004 ഈ 2004 വോട്ടിട്ട കാലത്ത് ഒരു സാഹചര്യം മുതൽ ഞാൻ തിരുവനന്തപുരത്ത് സ്വന്തമായിട്ടൊരു IT കമ്പനി ഉണ്ടായിരുന്നു. 2019 അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു NGO സ്റ്റാർട്ട് ചെയ്തു. ഓർഗാനിക് ഫാമിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് തിരുവനന്തപുരത്തിന് വികസനം കൊണ്ടുവരാമെന്ന് പറയുന്നവരല്ലാതെ ഇതുവരെ ആരും തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതെന്താണ് കാര്യമെന്ന്. അപ്പം അതിൽ തിരുവനന്തപുരത്തിന് മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ചോദിക്കാനും പറയാനും ആരും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആരും വേണ്ട എന്നുള്ള ഒരു ലെവലിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോയിട്ട് ബാക്കി പാർട്ടിയിലുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു കേവലം ഒരു സീറ്റ് മാത്രമാണ്. കാരണം ജയിച്ചാലും തോറ്റാലും അവർക്ക് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം നാട്ടിൽ തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിച്ച്, കാരണം ഇവിടുത്തെ മാക്സിമം എത്രത്തോളം നമ്മളെ അധപ്പതിപ്പിച്ച് ഈ നാട് എന്ന് പറയുന്ന സാധനത്തിനെ തരം താഴ്ത്തി കെട്ടാമോ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വികസനം ഉണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, അതായത് ഏതെങ്കിലും റോഡ് പണിയെ ഫുട്പാത്തിനെ ഇടിച്ചിട്ട് ശകലം കൂടെ ഒന്ന് വീതി കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തേക്കുള്ള വികസനമായി. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആകെയുള്ള വികസനം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ബൈപ്പാസും ഒരു NH47 ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ NH47 എവിടെ, അല്ലെങ്കിൽ ബൈപ്പാസ് എവിടെ? ഏതോ ഒന്നേ ഉള്ളൂ. ഇതിനെ ഒരെണ്ണത്തിന് ഡെവലപ്പ് ചെയ്ത് ഹൈവേ മന്ത്രാലയത്തിന്റെ കീഴിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഇവർ പറയുന്നത് കാരോട് കളിക്കുള്ള റോഡ് ബൈപ്പാസ് ആയിരുന്നതിനെ ഹൈവേ ആക്കി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോഴത്തേക്കും പാറശാല വഴി പോയിക്കൊണ്ടിരുന്ന NH47 എവിടെ പോയി? ഇത് വികസനമാണോ അതോ വികസനത്തിന്റെ പേരിലുള്ള ഗിമ്മിക്കാണോ? 2006 2007 സമയത്ത് കരമന വന്ന് നിന്ന വികസനം പ്രാവച്ചമ്പലത്ത് എത്തിയത് 2016 കഴിഞ്ഞിട്ടാണ്. ഇത് ഇപ്പൊ ഇവിടെ കൊടിനട എത്തിയിട്ട് എത്ര വർഷമായെന്ന് നമുക്കറിയാം. അത് അവിടെ നിന്ന് നീങ്ങാത്തത് കാര്യം എന്താ? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത് ബ്യൂറോക്രാറ്റ്സിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തിന് അവഗണനകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും കൊടും വെയിലിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും AC ബസ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഈ സാഹചര്യത്തിൽ? ഇവിടെ ഉണ്ടായിരുന്ന ജനറൽ ബസ്സുകൾ അങ്ങോട്ട് പോയി, എല്ലാം കൊച്ചിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ മെട്രോ കൊണ്ടുവരാൻ തിരുവനന്തപുരത്തിൽ മൂന്നാമത്തെ, അതായത് ഇന്ത്യയിൽ തന്നെ മൂന്നാമതായിട്ട് മെട്രോ അപ്രൂവലായ സിറ്റി തിരുവനന്തപുരമാണ്. ഇപ്പൊ കോയമ്പത്തൂർ B ഗ്രേഡ് സിറ്റികളായ കോയമ്പത്തൂർ വരെ മെട്രോ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് അവിടെ തിരുവനന്തപുരത്തിനെ പൊതുവായിട്ട് ഒന്നിനും കൊള്ളാത്തവരാണ്, നമ്മൾ അപരിഷ്കൃതമായ ഒരു സമൂഹമാണ്, നമുക്കിതൊന്നും ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വികസനം മുരടിക്കുന്ന ഒരു പുറത്തു നിന്ന് വന്ന ഒരു കൂട്ടം വിഭാഗം തന്നെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിയാൻ പാടില്ല, അവർക്ക് അതിനുള്ള സമയമില്ല. കാരണം ഈ തിരുവനന്തപുരത്തിൽ ആർക്കും ഒരു വികസനം എന്നിവർ പറയുന്നതല്ലാതെ മാനസികമായിട്ട് ഒരു നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മനസ്സമാധാനമുള്ള അല്ലെങ്കിൽ മാനസികമായി ഉല്ലസിക്കുന്ന ഒരു ജനതയാണ്. അങ്ങനെ ഒരു മാനസികോല്ലാസം ഇവിടെ തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ? പൊതുവിൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു വികസന മുരടിപ്പ് തന്നെയാണ് അതിനോടുള്ള ഒരു പ്രതിഷേധമൊന്നുമല്ല. ഇനി ഇവിടെ ഈ നാട്ടില് രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ള 100% ഉറപ്പാണ്. നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങിയേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വേറൊരു ട്രെൻഡ് ഉണ്ട്. അതായത് നമ്മളിപ്പോ തിരുവനന്തപുരത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാദേശികവാദം ഇളക്കി വിടുന്നു എന്ന് നമ്മളെ
ഈ ശബ്ദത്തിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്രൂപ്പ് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാദേശികവാദമാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് ഇവിടുത്തെ മുരടിപ്പിനെ കുറിച്ചും ഇവിടുത്തെ അവഗണനകളെ കുറിച്ചുമാണ്. ഈ അവഗണനകൾ പോലും നമുക്ക് പറയാൻ പറ്റില്ല. തിരുവനന്തപുരത്തെ എയർപോർട്ടിന്റെ കേസ് ഇപ്പൊ ഓരോരുത്തർ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് പന്നിൻ രവീന്ദ്രന്റെ കേസ് ഒഴികെ ബാക്കി രണ്ടും കച്ചവടക്കാരാണ്. അവര് കാശിടുന്നു, കാശെടുക്കുന്നു. പക്ഷേ പിന്നെ ശശി തരൂരിന്റെ കേസിൽ നോക്കുകയാണ്, സ്ഥാനാർത്ഥി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഐക്യരാഷ്ട്ര ഇതിൽ നിന്ന് അവിടെ നിന്ന് പണി മതിയാക്കി വന്നു. അതേ സ്റ്റാൻഡേർഡിൽ ചെറിയ കാര്യം എന്തൊക്കെയോ ഒരു ഉടായ്പകളുടെ പേരിൽ ഇവിടെ വന്ന് താമസിക്കുന്നു. ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ റിട്ടയർമെന്റ് ലൈഫ് പോലെ സുഖിച്ച് പാർലമെന്റിൽ പോയി ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ വേറെ ഒരു പ്രശ്നമില്ല, ഹാപ്പി ലൈഫ്. എത്ര പുസ്തകം എഴുതി ഈ സമയം കൊണ്ട്? ആകെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്, അവിടെ പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ ആരെടുത്ത് പോയി ചോദിച്ചു എന്നാണ്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റുമോ? MP ഫണ്ട് ചെലവാക്കുക എന്ന് പറയുന്നത് ഒരു ബ്യൂറോക്രാറ്റ്, ഒരു LD ക്ലർക്ക് വിചാരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. വരുന്ന കണക്കും ചെലവാക്കുക, എത്ര ചെലവാക്കി, എങ്ങനെ ചെലവാക്കി, കുറെ വെയിറ്റിംഗ് ഷെഡ് വെച്ചു, കുറെ ലൈറ്റ് വെച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു നാടിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ. അടുത്ത് നമ്മുടെ ബൈപ്പാസ് തന്നെ, പഴയ ബൈപ്പാസ് 6 വരി പാതയ്ക്ക് സ്ഥലമെടുത്തിട്ടുന്ന സ്ഥലമാണ്. അതിനെ 20-30 വർഷങ്ങൾക്ക് മുമ്പ് 4 വരി പാതയായിട്ട് എടുത്തിട്ട് 2 സർവീസ് റോഡ് എടുത്തിട്ടാണ്. വിഴിഞ്ഞം തുറമുഖം ഡെവലപ്പായി വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ അതിന് 2 സർവീസ് റോഡിന് എക്സ്ട്രാ എടുത്തിട്ട് ഇതിനെ 6 വരി പാതയാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ കാലഘട്ടത്തിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യായിരുന്നു. അവരത് ചെയ്തില്ലല്ലോ. കാരണം 25 വർഷം 30 വർഷം മുമ്പ് ചെയ്ത ടൗൺ പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ ഇപ്പൊ പോലും അവർക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പോലും അവർക്ക് കഴിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വികസനം എന്നാണ് പറയുന്നത്, കാലാനുസൃതമായ മാറ്റം എന്നാണ് പറയുന്നത്. ഇതിപ്പോ നമുക്ക് ഒരു ജനങ്ങൾ അത്രത്തോളം ട്രാഫിക്കിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഇന്നും ബാലരാമപുരത്തും വഴിമുക്കിന്റെ സൈഡിലും പോയി ഇന്നും രാവിലെ ബ്ലോക്കാണ്. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ മാറാനാണ്? ഒരു ജനത 30% പൊതുഗതാഗതത്തെ അവോയ്ഡ് ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. എല്ലാവരും 2 വീലർ എടുക്കുന്നതും കാർ എടുക്കുന്നതും അവരുടെ ഗതികേട് കൊണ്ടാണ്. ഇവിടുത്തെ പ്രോപ്പറായിട്ടുള്ള ട്രാവലിംഗ് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്. സാധാരണക്കാര് ലോൺ എടുക്കുന്നതും അല്ലെങ്കിൽ വേറെയുള്ള ഒരു കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിർബന്ധിതമാകുന്നത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം കൊണ്ട് തള്ളി നിർത്തുന്നതുണ്ട്. ഇവരുടെ കഴിവില്ലായ്മയാണിത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ? എനിക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒന്നുമല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് ആരുടെ ഒന്നുമല്ല. എനിക്ക് തിരുവനന്തപുരം എന്നുള്ളത് തന്നെയാണ്.